Equation of a plane. നമുക്കറിയുന്ന കാര്യം ഇതാണ്. Equation of a plane passing through x0, y0, z0 and which is and ai plus bj plus ck be a normal vector. Equation of a plane passing through the point x0, y0, z0 and ai plus bj plus ck be a normal vector is a into x minus x0 plus b into y minus y0 plus c into z minus z0 is equal to 0. Equation of a plane passing through the point x0, y0, z0 and ai plus bj plus ck be a normal vector is a into x minus x0 plus b into y minus y0 plus c into z minus z0 is equal to 0. ഇതാണല്ലോ നമ്മൾ ഇന്നലെ പറഞ്ഞ ഫോർമുല. ഇതല്ലേ ഇന്നലെ പറഞ്ഞ ഫോർമുല. അപ്പോൾ നമ്മളോട് പറഞ്ഞ find the equation of a plane. Find the equation of a plane passing through find the equation of a plane passing through 1, 1, 3 and has the normal vector minus I7 plus 7j plus 6k. Find the equation of a plane passing through the point 1, 1, 3 and has the normal vector this. അപ്പോൾ നമ്മൾ എഴുതിയിരിക്കുന്ന മുകളിൽ എഴുതിയിരിക്കുന്ന ഫോർമുലയിൽ ആരാ 1, 1 x0, y0, z0 എന്ന് പറയുന്നത് 1, 1, 1, 1, 3 അല്ലേ. ai plus bj plus ck എന്ന് പറയുന്നത് അല്ലേ minus I plus 7j plus 6k. That's the equation of then the equation of then the equation of the normal vector equation of the plane is x minus x0 ന്റെ പ്ലേസിൽ എന്താ കൊടുക്കാവോ അല്ലേ. ഇവിടെ x0, y0, z0 ആരാണ്? x0, y0, z0 എന്ന പോയിന്റ് ആരാണ്? 1, 1, 3 എന്ന പോയിന്റ് ആണ്. And ai plus bj plus ck എന്ന വെക്ടർ ആരാണ്? ai plus bj plus ck plus 7j plus 6k. Then the equation of the required plane is കണ്ടുപിടിക്കേണ്ട പ്ലെയിന്റെ ഇക്വേഷൻ എന്താണ്? a into x minus അപ്പോൾ a ന് വരെ ആരാ കൊടുക്കുക -1 into x minus x0 ന് പകരം പ്ലേസിൽ ആരാ 1 അല്ലേ പ്ലസ് b ന്റെ പ്ലേസിൽ ആരാ കൊടുക്കുക 7 അല്ലേ 7 into y minus y0 1 അല്ലേ പ്ലസ് c ന്റെ പ്ലേസിൽ 6 അല്ലേ z minus z0 ന്റെ പ്ലേസിൽ 3 അല്ലേ is equal to 0.
നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ട കാര്യമല്ലേ. -x +1 +7y -7 + 6z -18 is equal to 0. Final answer is -x +7y +6z -18 -17 -25 -24 is equal to 0. It is the equation of the plane passing through the point 1, 1, 3 and normal to the vector -i +7j +6k. Find an equation of the plane. Find an equation of the plane through the points and the equation of the plane passing through the points P1 1, 2, -1, P2 2, 3, 1 and P3 3, -1, 2. Find the equation of a plane passing through the points P1, P2 and P3. അല്ലേ, നമുക്കൊരു പ്ലെയിൻ്റെ ഇക്വേഷൻ കണ്ടുപിടിക്കാനായിട്ട് അവർ ചോദിച്ചിരിക്കുന്ന 3 പോയിന്റ്സ്, ഈ പ്ലെയിനിലെ 3 പോയിന്റ്സ് വന്നിരിക്കുകയാണ്. P1, P2, P3. അപ്പോൾ 3 പോയിന്റ്സിൽ കൂടി പാസ് ചെയ്യുന്ന പ്ലെയിൻ്റെ ഇക്വേഷൻ കണ്ടുപിടിക്കണം. നമുക്ക് ഒരു പോയിന്റ് തന്നാൽ മതിയായിരുന്നു, ഒരു നോർമലും കൂടി തന്നെങ്കിൽ നമ്മൾ പെട്ടെന്ന് കണ്ടുപിടിക്കുമായിരുന്നു. പക്ഷെ നോർമൽ തരുന്നതിന് പകരം അവർ വേറെ 2 പോയിന്റ്സ് കൂടി തന്നിരിക്കുന്നു. അപ്പോ ഇത്തരം കേസ് വരുമ്പോ നിങ്ങൾ ഇതിന്റെ നോർമൽ കണ്ടുപിടിക്കാനായിട്ട് നമുക്കിവിടെ P1, P2 എന്ന അല്ലെങ്കിൽ P1, P2 എന്ന വെക്ടറും P1, P3 എന്ന വെക്ടർ കണ്ടുപിടിക്കാൻ പറ്റുമല്ലോ അല്ലെ. P1, P2 എന്ന വെക്ടർ കണ്ടുപിടിക്കാം, P1, P3 എന്ന വെക്ടർ കണ്ടുപിടിക്കാം. P1, P2 എന്ന വെക്ടറും P1, P3 എന്ന വെക്ടറും കണ്ടുപിടിക്കാൻ പറ്റുമെങ്കിൽ ആ വെക്ടർ കണ്ടുപിടിച്ച് ആ വെക്ടർ കൊണ്ട് ഗുണമൊന്നുമില്ല. പക്ഷെ P1, P2 എന്ന വെക്ടറും P1, P2 എന്ന വെക്ടർ നമ്മളെ കണ്ടു. ഈ വെക്ടറാണ് P1, P2 എന്ന വെക്ടർ അല്ലെ. P1, P2 എന്ന വെക്ടർ ഇതാണ്. ഇത് P1, P3 എന്ന വെക്ടർ, ഇത് രണ്ടും പ്ലെയിനിൽ കിടക്കുന്ന വെക്ടറാണ്. പക്ഷേ P1, P2 എന്ന വെക്ടറിനെയും നമുക്കറിയാലോ A എന്ന വെക്ടറിനെയും B എന്ന വെക്ടറിനെയും ക്രോസ് പ്രോഡക്റ്റ് എടുക്കാൻ കിട്ടുന്നത് എന്തായിക്കോട്ടെ. Renisha, what is A cross B? Renisha, what is A cross B? A cross B എന്ന വെക്ടർ എന്തിനെയാണ് റെപ്രസെന്റ് ചെയ്യുന്നത്? നോർമൽ ആയിട്ടുള്ള വെക്ടർ. A cross B is a vector normal to both A and B അല്ലേ. A cross B is a vector normal to both A and B. അതറിയാത്ത അറിഞ്ഞുണ്ടോ? A cross B is a vector normal to both A and B. A എന്ന വെക്ടറും B എന്ന വെക്ടറും നോർമൽ ആയിട്ടുള്ള വെക്ടറാണ് A cross B. അപ്പൊ നോക്കിയേ, എനിക്കിവിടെ P1, P2 എന്ന വെക്ടർ എനിക്ക് ഇതിൽ നിന്ന് എടുക്കാൻ പറ്റും, P1, P3 എന്ന വെക്ടർ എടുക്കാൻ പറ്റും. അങ്ങനെയാണെങ്കിൽ P1, P2 എന്ന വെക്ടർ ക്രോസ് P1, P3 എന്ന വെക്ടർ എടുത്താലോ, ഈ രണ്ട് വെക്ടേഴ്സിന്റെയും ക്രോസ് പ്രോഡക്റ്റ് എടുത്താലോ, ആ വെക്ടർ ഇതൊക്കെ P1നും P2നും നോർമൽ ആയിരിക്കും. എന്ന് വെച്ചാൽ ഇങ്ങനെ ആയിരിക്കും, എന്ന് വെച്ചാൽ അത് ഈ പ്ലെയിനിന് നോർമൽ ആയിരിക്കും. അപ്പോ പ്ലെയിനിന്റെ നോർമൽ കണ്ടുപിടിക്കാൻ വേറെ ഒന്നും ആലോചിക്കണ്ട. P1 ഈ 3 പോയിന്റ്സും തന്നാല് P1, P2 കണ്ടുപിടിക്കുക, P1, P3 കണ്ടുപിടിക്കുക, P1, P2 ക്രോസ് P1, P3 എന്ന വെക്ടർ കണ്ടുപിടിക്കുക. ദാറ്റ് വെക്ടർ ഈസ് ദ നോർമൽ വെക്ടർ. അപ്പൊ ഇവിടെ സിൻസ് ദ പോയിന്റ്സ് P1, P2 and P3 lie in the plane
lie in the plane. Then the vectors P1, P2, P1, P3 and vectors P1, P2 and P1, P3. ഈ രണ്ട് വെക്ടേഴ്സും ഈ പ്ലെയിന് പാരലൽ ആയിരിക്കും അല്ലേ? And P1, P3 are parallel to the plane. Are parallel to the plane. ഈ പ്ലെയിനിന് പാരലൽ ആയിട്ടുള്ള വെക്ടറാണ് ഇത് രണ്ടും. P1, P2. What is P1, P2? Vector P1, P2 is position vector of P2 minus position vector of P1. What is position vector of P2? 2i plus 3j plus k minus position vector of P1 is I plus 2j minus k. So subtracting these 2 minus 1 I, 3 minus 2 plus j, 1 plus 1 plus 2k. This is P1, P2. What is P1, P3? Vector P1, P3 is a vector, is the position vector of P3 minus position vector of P1. What is position vector of P3? 3 minus 1, 2 minus what is position vector of P1? 1, 2 minus 1. So 3 minus 1, 2i, minus 1 minus 2 minus 3j, 2 plus 1, 3k. So the vector P1, P2, P1, P2 and P1, P3 are parallel to the required plane. നമുക്ക് ഏത് പ്ലെയിൻ്റെ ഇക്വേഷൻ ആണ് കണ്ടുപിടിക്കേണ്ട ആ പ്ലെയിന് പാരലൽ ആയിട്ടുള്ള രണ്ട് വെക്ടേഴ്സ് ആണ് P1, P2 എന്ന വെക്ടറും P1, P3 എന്ന വെക്ടറും. നമുക്ക് ഒരു പ്ലെയിൻ്റെ ഇക്വേഷൻ കണ്ടുപിടിക്കാനായിട്ട് നമ്മൾ പഠിച്ചിരിക്കുന്ന ഫോർമുല എന്താണ്? ഒരു പ്ലെയിൻ്റെ ഇക്വേഷൻ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ആ പ്ലെയിനിലെ ഒരു പോയിന്റും ആ പ്ലെയിനിന് നോർമൽ ആയിട്ടുള്ള ഒരു വെക്ടറും അറിഞ്ഞാൽ മതി. അപ്പോൾ ഇവിടെ ആണെങ്കിൽ ഒരു പ്ലെയിനിലെ ഒരു പോയിന്റിന് വരെ 3 പോയിന്റ് ഉണ്ട്, നോർമൽ ആയിട്ടുള്ള വെക്ടർ ഇല്ല ഈ സിറ്റുവേഷനിൽ. അതുകൊണ്ട് നോർമൽ ആയിട്ടുള്ള വെക്ടർ കണ്ടുപിടിക്കാൻ വേണ്ടി എന്ത് ചെയ്തു? ഈ രണ്ട് വെക്ടർ, ഇതിനകത്തുള്ള രണ്ട് വെക്ടേഴ്സ് കിട്ടി. ഈ പ്ലെയിനിന് പാരലൽ ആയിട്ടുള്ള രണ്ട് വെക്ടേഴ്സ് കിട്ടി. ഈ പ്ലെയിനിൽ കിടക്കുന്ന ഈ രണ്ട് വെക്ടേഴ്സിന്റെ നോർമൽ വെക്ടർ കണ്ടുപിടിക്കാൻ വേണ്ടി രണ്ട് വെക്ടേഴ്സിന്റെ അറിയാമെങ്കിൽ ആ രണ്ട് വെക്ടേഴ്സിന്റെ നോർമൽ കണ്ടുപിടിക്കാൻ വേണ്ടി അതിന്റെ ക്രോസ് പ്രോഡക്റ്റ് എടുത്താൽ മതി. രണ്ട് വെക്ടേഴ്സ് അറിയാമെങ്കിൽ ആ രണ്ട് വെക്ടേഴ്സിന്റെ നോർമൽ കണ്ടുപിടിക്കാൻ അതിന്റെ ക്രോസ് പ്രോഡക്റ്റ് എടുത്താൽ മതി. വാട്ട് ഈസ് P1, P2 cos P1, P3? Vector P1, P2 cos vector P1, P3 is what is I, j, k, 1, 1, 2. P1, P3 are 2i minus 3j plus 3k. Expanding the determinant I into 1, 3 minus 6 minus j into 1 into 3, 3 minus 2 into 2 plus k into minus 3 minus 2. So 9i minus plus j, 9i plus j minus 5k. So vector P1, P2 cross vector P1, P3 is 9i plus j minus 5k is normal to the plane. Is normal to the plane. The reason എന്താ? Since it is orthogonal to both, since this 9i plus j minus 5k vector is orthogonal to both P1, P2 and P1, P3. By using this normal, ഇനി ഏതെങ്കിലും ഒരു പോയിന്റ് ഉപയോഗിക്കാം കേട്ടോ. അവിടെ 3 പോയിന്റ്സ് തന്നിട്ടുണ്ട്, നിങ്ങൾക്ക് ഏത് പോയിന്റ് വേണം ഉപയോഗിക്കാം. P1 using this normal, and the point
ഏത് P1 ഉപയോഗിക്കാം, P2 ഉപയോഗിക്കാം, P3 ഉപയോഗിക്കാം. ഞാൻ P1 ഉപയോഗിക്കാം. ആൻഡ് ദ പോയിന്റ് P1 1 2 -1 then the required equation of the plane is ഇവിടെ x0 y0 z0 ആരാണ് 1 2 -1 ai plus bj plus ck ആരാണ് 9i plus j minus 5k. The required equation of the plane is x minus x0 1 into a into 9 into x minus x0 plus 1 into y minus y0 minus 5 into z minus minus 1 is equal to 0. 9x minus 9 plus y minus 2 minus 5z minus 5 is equal to 0. 9x plus y minus 5z minus 9 minus 2 minus plus 1 minus y minus 16 is equal to 0. This is which is the required equation of the plane. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവുമല്ലോ, ഒരു പ്ലെയിനിന്റെ ഇക്വേഷൻ 3 പോയിന്റ്സിലൂടെ പാസ് ചെയ്യുന്ന ഒരു പ്ലെയിനിന്റെ ഇക്വേഷൻ കണ്ടുപിടിക്കാൻ വേറെ ഒന്നും ചെയ്യേണ്ട. ആ 3 പോയിന്റ്സ് ഉപയോഗിച്ചിട്ട് 2 വെക്ടർ, ആ പ്ലെയിനിൽ 2 വെക്ടർ കണ്ടുപിടിക്കുക. ആ 2 വെക്ടർ അറിയാമെങ്കിൽ ആ 2 വെക്ടറിന്റെ നോർമൽ വെക്ടർ കണ്ടുപിടിക്കുക. ആ 2 വെക്ടറിന്റെ നോർമൽ വെക്ടർ തന്നെയാണ് ഈ പ്ലെയിനിന്റെ നോർമൽ വെക്ടർ. പിന്നെ എന്ത് വേണം? ഇനി ഏതെങ്കിലും ഒരു പോയിന്റ് യൂസ് ചെയ്യാം. P1 P2 P3 യൂസ് ചെയ്തിട്ട് നിങ്ങൾക്ക് ഈ ഫോർമുല കണ്ടുപിടിക്കാൻ പറ്റും. മനസ്സിലായോ? മനസ്സിലായോടെ? Determine whether the line x is equal to 3 plus 80, y is equal to 4 plus 5t, z is equal to minus 3 minus t is parallel to the plane, is parallel to the plane x minus 3y plus 5z is equal to 12. ഇപ്പോൾ ഒരു ലൈനിന്റെ പാരാമട്രിക് ഇക്വേഷൻ ആണിത്. വേറൊരു പ്ലെയിനിന്റെ ഇക്വേഷൻ തന്നിട്ടുണ്ട്. അപ്പോ ഈ പ്ലെയിൻ ഈ ലൈൻ പാരലൽ ആണെന്ന് ചോദിച്ചിരിക്കുന്നത് അല്ലേ? അപ്പൊ നമുക്കിവിടെ ഒരു പ്ലെയിനിന്റെ ഇക്വേഷൻ തന്നിട്ടുണ്ട്. ഇമാജിൻ നമുക്കിപ്പം വരച്ചു നോക്കാം. പ്ലെയിൻ ആണ് ഒരു പ്ലെയിനിന്റെ ഇക്വേഷൻ. ഈ പ്ലെയിൻ ആണ് തന്നിരിക്കുന്നത് വിചാരിക്കുക. പിന്നെ ഒരു ലൈൻ തന്നിട്ടുണ്ട് അല്ലേ? ഒരു ലൈൻ ഇങ്ങനെ പോകുന്നുണ്ട്. ഒരു പ്ലെയിനും ഒരു ലൈനും ഉണ്ട്. ഇത് പാരലൽ ആണോ നോക്കാം. ഇത് പാരലൽ ആണോ നോക്കണമെങ്കിലേ നോക്കിയേ, ഞാൻ ഈ പ്ലെയിനിന്റെ ഒരു നോർമൽ വരച്ചാലേ, ഇതാണ് പ്ലെയിനിന്റെ നോർമൽ. അങ്ങനെയാണെങ്കിൽ ലൈനും പ്ലെയിനും പാരലൽ ആണെങ്കിൽ ഇവ തമ്മിൽ പെർപെൻഡിക്കുലർ ആയിട്ട് മീറ്റ് ചെയ്യണ്ടേ? അല്ലെങ്കിൽ കുറച്ചുകൂടി ബെറ്റർ ആയിട്ട് പറഞ്ഞാൽ, ഈ ലൈനിന്റെ ഇക്വേഷൻ അറിയാമെങ്കിൽ ലൈനിന് പാരലൽ ആയിട്ടൊരു വെക്ടർ ഉണ്ട് എടുക്കാൻ പറ്റുമല്ലോ അല്ലെ? ലൈനിന് പാരലൽ ആയിട്ടൊരു വെക്ടർ ഉണ്ട്, ആ വെക്ടർ എടുക്കും. ഇനി പ്ലെയിനിന്റെ ഇക്വേഷൻ അറിയാമെങ്കിൽ പ്ലെയിനിന് നോർമൽ ആയിട്ടുള്ള ഒരു വെക്ടർ എടുക്കാൻ പറ്റും. പ്ലെയിനിന് നോർമൽ ആയിട്ടുള്ള വെക്ടർ ഈ ലൈനിന് പാരലൽ ആയിട്ടുള്ള വെക്ടറും പ്ലെയിനിന് നോർമൽ ആയിട്ടുള്ള വെക്ടറും തമ്മിൽ പെർപെൻഡിക്കുലർ ആയിരിക്കുമല്ലോ.
അപ്പൊ ഒരു പ്ലെയിനും ഒരു ലൈനും പാരലൽ ആണെങ്കിൽ ലൈനിന് പാരലൽ ആയിട്ടുള്ള വെക്ടറും പ്ലെയിനിന് നോർമൽ ആയിട്ടുള്ള വെക്ടറും തമ്മിൽ ഓർത്തോഗണൽ ആയിരിക്കും. അല്ലേ? മനസ്സിലായോ? ഇടയിൽ ഒരു പ്ലെയിനും ഒരു ലൈനും പാരലൽ ആണെങ്കിൽ പ്ലെയിനിന്റെ നോർമൽ വെക്ടറും ലൈനിന്റെ പാരലൽ വെക്ടറും തമ്മിൽ ഓർത്തോഗണൽ ആയിരിക്കും. അപ്പൊ എന്ത് ചെയ്താൽ മതി? പ്ലെയിനിന്റെ നോർമൽ വെക്ടർ കണ്ടുപിടിക്കുക, ലൈനിന്റെ പാരലൽ വെക്ടർ കണ്ടുപിടിക്കുക, അവ തമ്മിൽ ഡോട്ട് പ്രോഡക്റ്റ് എടുത്ത് നോക്കുക. 0 കിട്ടുന്നുവെങ്കിൽ ഈ പ്ലെയിനും ഈ ലൈനുമായിട്ട് ഓർത്തോഗണൽ ആയിരിക്കും. അല്ല എങ്കിൽ ഇവ തമ്മിൽ ഈ ലൈനും ഈ പ്ലെയിനുമായിട്ട് പാരലൽ ആയിരിക്കും. അല്ലെങ്കിൽ അവ തമ്മിൽ പാരലൽ ആയിരിക്കത്തില്ല. അപ്പോൾ നമുക്ക് ഗിവൺ ഇക്വേഷൻ ഓഫ് ലൈൻ എന്താ? ഗിവൺ പാരാമെട്രിക് ഇക്വേഷൻ ഓഫ് ലൈൻ ഈസ് ഇക്വേഷൻ ഓഫ് ദ ലൈൻ x is equal to 3 plus 8t, y is equal to 4 plus 5t, z is equal to minus 3 minus t. This line ഏതൊരു പാസ് ചെയ്യുന്നുണ്ട്? This line passing through ഏതൊരു പാസ് ചെയ്യുന്നല്ലോ? This line passing through 3, 4, minus 3 and parallel to the vector era 8i plus 5j minus k. So ഈ ലൈനിന് പാരലൽ ആയിട്ടുള്ള വെക്ടർ കിട്ടുക 8i minus 5j minus അല്ലെ 8i minus 5j minus k. ഇനി given plane ഏതാ? Given plane is equation of given plane is x minus 3y plus 5z is equal to 12. ഇവിടെ നമുക്കൊരു കാര്യം അറിയാലോ, ax plus by plus cz is equal to d എന്ന സ്റ്റാൻഡേർഡ് ഇക്വേഷൻ ഓഫ് പ്ലെയിനിന്റെ നോർമൽ വെക്ടർ ആരാ? ax plus by plus cz is equal to d എന്ന പ്ലെയിനിന്റെ നോർമൽ ആയിട്ടുള്ള വെക്ടർ ആരാണ്? ai plus bj plus ck ആണ്. അപ്പോൾ നോക്കിയേ, ഈ വെക്ടറിന്റെ നോർമൽ വെക്ടർ, ഈ പ്ലെയിനിന്റെ നോർമൽ വെക്ടർ ആരായിരിക്കും? എക്സിന്റെ കോഎഫിഷ്യന്റ് 1 i, വൈന്റെ കോഎഫിഷ്യന്റ് -3 i minus 3j plus 5k. അപ്പോൾ i minus 3j plus 5k is a vector normal to this plane. അല്ലെ? The vector I minus 3j plus 5k is normal to this plane. Okay. അപ്പോൾ തന്നിരുന്ന പ്ലെയിൻ നോർമൽ ടു ദ ഗിവൺ പ്ലെയിൻ, അങ്ങനെയല്ല, നോർമൽ ടു ദ ഗിവൺ പ്ലെയിൻ. അപ്പൊ തന്നിരുന്ന പ്ലെയിനിന് നോർമൽ ആയിട്ടുള്ള വെക്ടർ കിട്ടി. ആരാണ്? തന്നിരുന്ന പ്ലെയിനിന് നോർമൽ ആയിട്ടുള്ള വെക്ടർ ആണ് i minus 3j plus 5k. എവിടെ നിന്ന് കിട്ടിയ? നമ്മുടെ ഈ ഫോർമുല ഉണ്ട്. ഏത് ഫോർമുല? ax plus by plus cz is equal to d എന്ന പ്ലെയിനിന്റെ നോർമൽ വെക്ടർ ആണ് ai plus bj plus ck. അങ്ങനെ ആയതുകൊണ്ട് x minus 3y plus 5z is equal to 12 എന്ന പ്ലെയിനിന്റെ നോർമൽ വെക്ടർ ആണ് i minus 3j plus 5k. I minus 3j plus 5k is a normal to the given plane. It's a vector normal to the given plane. It's a vector normal to the given plane. അപ്പോൾ നോക്കിയേ, നമുക്ക് ഈ വെക്ടർ കിട്ടിയല്ലോ, അതാണ് ഇത് എഴുതിയിരിക്കുന്നത്. അതുപോലെ ഇതായി കിട്ടിയിരിക്കുന്ന ഈ വെക്ടർ ലൈനിന് പാരലൽ ആയിട്ടുള്ള വെക്ടറും കിട്ടിയതും കിട്ടിയല്ലോ. ഇനി ഈ പ്ലെയിനും ഈ ലൈനുമായിട്ട് പാരലൽ ആണോ എന്ന് പാരലൽ ആണോ അല്ലയോ എന്നാണ് ഡൗട്ട് ചോദിച്ചിരിക്കുന്നത് അല്ലെ? പാരലൽ ആണെങ്കിൽ ലൈനിന് പാരലൽ ആയിട്ടുള്ള ഈ വെക്ടറും
പ്ലെയിനിന് നോർമൽ ആയിട്ടുള്ളത് ഈ വെക്ടറും തമ്മിൽ പെർപെൻഡിക്കുലർ ആയിരിക്കുമല്ലോ എന്ന് വെച്ചാൽ ഈ രണ്ട് വെക്ടേഴ്സും തമ്മിൽ എന്തായിരിക്കണം ഡോട്ട് പ്രോഡക്റ്റ് എടുക്കുമ്പോൾ 0 വരണം അല്ലെ. അപ്പൊ ഞാൻ ഇതിനെ ബി എന്ന് പേര് കൊടുക്കുന്നു, ഇതിനെ എൻ എന്ന് പേര് കൊടുക്കുന്നു. അപ്പോ എന്നും ബിയുമായിട്ട് എന്തായിരിക്കണം പെർപെൻഡിക്കുലർ ആയിരിക്കണം അല്ലെ. ഇഫ് ദ ലൈൻ ഈസ് the line and plane, for the line and plane, for the line and plane to be parallel, the vectors v and n must orthogonal. പാരലൽ ആണെങ്കിൽ ഇവർ നിർബന്ധമായിട്ടും ഓർത്തോഗണൽ ആയിരിക്കും. ഓർത്തോഗണൽ എന്ന് വെച്ചാൽ ദാറ്റ് ഇംപ്ലൈസ് വി ഡോട്ട് എൻ എന്തായേ പറ്റൂ 0 ആയേ പറ്റൂ. ഇനി നോക്കി ഫൈൻഡ് വി ഡോട്ട് എൻ. വി ഡോട്ട് എൻ കണ്ടുപിടിക്കുമ്പോൾ 0 കിട്ടിയാൽ അവർ പറഞ്ഞത് സമ്മതിച്ചു കൊടുക്കാം. അല്ല അവർ അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല, ചെക്ക് ചെയ്യാൻ പറഞ്ഞു. വി ഡോട്ട് എൻ എന്താ 8i minus 5j minus k. 8i minus 5j minus k dot അടുത്താരാ നോർമൽ വെക്ടർ എന്നാ i minus 3j plus 5k. i minus 3j plus 5k. ഡോട്ട് എടുക്കുന്ന എങ്ങനെ 8 ഉം 1 ഉം അല്ലേ. 8 into 1 plus minus 5 into minus 3. ഡോട്ട് എടുക്കാൻ അറിയാത്തവരില്ലല്ലോ. a1i plus a2j plus a3k dot b1i plus b2j plus b3k a1 b1 plus a1 b1 plus a2 b2 plus a3 b3l അല്ലേ. അപ്പൊ ഇവിടെ പ്ലസ് മൈനസ് 1 into 5. അപ്പോ 8 plus 15 minus 5. അപ്പോ എന്തായി 18 കിട്ടിയല്ലേ. ഇവിടെ പ്ലസ് 5 ആണ് അല്ലേ. ഇവിടെ പ്ലസ് 5 ആണ്. അപ്പോൾ 8 into 1 plus 5 into minus 3 plus minus 1 into 5. അപ്പോൾ 8 minus 15 minus 5 is equal to minus 12. 0 അല്ലല്ലോ അല്ലെ. b dot n 0 അല്ല. which implies v and n are not perpendicular. Therefore, the given line and the plane are not parallel. Hence, the given line and plane are given line and the given plane are not parallel. Parallel ആണെങ്കിൽ എന്താവുമായിരുന്നു ലൈനിന് പാരലൽ ആയിട്ടുള്ള വെക്ടറും പ്ലെയിനിന് നോർമൽ ആയിട്ടുള്ള വെക്ടറും തമ്മിൽ ഡോട്ട് പ്രോഡക്റ്റ് 0 ആകുമായിരുന്നു. അപ്പൊ അതുകൊണ്ട് എന്തല്ല ലൈനും പ്ലെയിനും പാരലൽ അല്ല. തന്നിരുന്ന ലൈനും പ്ലെയിനും പാരലൽ അല്ല. അപ്പൊ പാരലൽ അല്ലെങ്കിൽ എന്താവും ഇന്റർസെക്ട് ചെയ്യാം അല്ലെ. ലൈനും പ്ലെയിനും ആണല്ലോ. അപ്പോ അടുത്ത ക്വസ്റ്റ്യൻ ആയിട്ട് find the point of intersection. Find the point of intersection. Find the point of intersection of the line. Find the point of intersection of the line x is equal to 3 plus 8t, y is equal to 4 plus 5t, z is equal to minus 3 minus t, and
and the plane x minus 3y plus 5z is equal to 12. ഇതൊന്ന് സ്വന്തമായിട്ട് ചെയ്ത് നോക്കണേ.